മാനുഷിക ബന്ധങ്ങളുടെ രേഖാചിത്രത്തിൽ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന സ്വർണ്ണ നൂലാണ് വിശ്വാസം. എന്നിരുന്നാലും ചരിത്രത്തിൽ വഞ്ചനയുടെ കഥകൾ നിറഞ്ഞിരിക്കുന്നു. പലപ്പോഴും നമ്മോട് ഏറ്റവും അടുപ്പമുള്ളവർ തന്നെ നമ്മെ വഞ്ചിക്കുന്നു. മനുഷ്യ സ്വഭാവത്തിന്റെ സൂക്ഷ്മ നിരീക്ഷകനായ ചാണക്യ മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ സങ്കീർണതകളെ, പ്രത്യേകിച്ച് വിശ്വാസയോഗ്യരല്ലാത്ത സ്ത്രീകൾ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്തു. സദ്ഗുണമില്ലാത്ത ഒരു സ്ത്രീ സൗന്ദര്യത്തിന്റെ വശീകരിക്കുന്ന വേഷത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിഷസർപ്പത്തിന് സമാനമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അത്തരമൊരു സ്ത്രീക്ക് വ്യക്തിക്കും സമൂഹത്തിനും മൊത്തത്തിലുള്ള നാശത്തിന് കാരണം ആകാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അവളുടെ വാക്കുകൾ തേൻ പുരട്ടിയ വിഷം പോലെ വിവേചനബുദ്ധിയുള്ള മനസ്സിനെപ്പോലും വലയിലാക്കാൻ കഴിയും. ചാണക്യൻ വിവേകത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ഒരു സ്ത്രീയുടെ രൂപഭാവത്തിലോ മനോഹാരിതയിലോ വഴങ്ങാതെ അവളുടെ പ്രവൃത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ അദ്ദേഹം പുരുഷന്മാരെ ഉപദേശിച്ചു. സ്വഭാവഗുണമുള്ള ഒരു സ്ത്രീ എളിമയുള്ളവളും ആദരവുള്ളവളും സദ്ഗുണമുള്ളവളുമായിരിക്കും. അതേസമയം ഗൂഢലക്ഷ്യങ്ങളുള്ള ഒരാൾ അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും വഞ്ചനയുടെയും അടയാളങ്ങൾ പ്രകടിപ്പിക്കും. ചാണക്യന്റെ വാക്കുകൾ സ്ത്രീകളെ മൊത്തത്തിൽ അപലപിക്കലല്ല, മറിച്ച് വിശ്വാസത്തെ സ്വന്തം നേട്ടത്തിനായി ചൂഷണം ചെയ്യുന്നവർക്കെതിരായ ഒരു മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വഞ്ചനയുടെ അടയാളങ്ങൾ തിരിച്ചറിയുകയും വിവേകം പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ തെറ്റായ വിശ്വാസത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഒരാൾക്ക് സ്വയം പരിരക്ഷിക്കാൻ കഴിയും. ഓർക്കുക, ജ്ഞാനം അന്ധമായ വിശ്വാസത്തിലല്ല, മറിച്ച് സത്യത്തെ അസത്യത്തിൽ നിന്ന് തിരിച്ചറിയാനുള്ള കഴിവിലാണ്.